ഇന്ന് രാവിലത്തെ വാർത്താ ദിനം പുലരുന്നത് തിരുവനന്തപുരത്ത് ഒരു വലിയ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. കൊച്ചുവേളിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് തീപിടിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും സംഭവസ്ഥലത്ത് തീയണയ്ക്കാനായി എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള തീവ്രശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാനസ നമ്മളോടൊപ്പം കൊച്ചുവേളിയിൽ നിന്ന് ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്, തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച്, തീപിടുത്തത്തെക്കുറിച്ച് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ആദ്യം അവരുടെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം മാനസയിലേക്ക് പോകാം. 3 മണി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ കറക്റ്റ് അറിയുന്നത് 3:15 അടുപ്പിച്ചാണ്. നമ്മുടെ ഷട്ടറിലേക്ക് എന്തോ വന്ന് എറിയുന്ന പോലെ സൗണ്ട് കേട്ട്, അപ്പോൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് വരുന്നത് നമുക്കറിയില്ല. വണ്ടി വന്ന് നോക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വണ്ടിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഈ ഷട്ടറിൻ്റെ അവിടെ തുറക്കാതെ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുറക്കാതെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങിലേക്ക് തീ പിടിച്ച്. അപ്പോൾ നമ്മുടെ ജനറേറ്റർ റൂമിനോട് ചേർന്നാണ് വരുന്നത്. അപ്പം ഞാൻ നമ്മുടെ പയ്യന്മാരെ ഈ ഓസ് എടുത്തിട്ട് ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുതലാളി വിളിച്ചു പറഞ്ഞു. മുതലാളി പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ട് ചെയ്ത് ഫയർഫോഴ്സ് വരികയും ചെയ്തു. അറിയില്ല, ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ടായത്. ഈ ഭിത്തിയോട് ചേർന്നുള്ള ഏരിയ ഇനി ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നറിയില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് ഫോം ആവുമായിരുന്നു തീ. പ്ലാസ്റ്റിക് അതാണ് പെട്ടെന്ന് എല്ലായിടത്തും പെടുന്നത്. മാനസ കൊച്ചുവേളിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന സമഗ്രമായ വിവരങ്ങളുമായി. മാനസ, തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം നിയന്ത്രണ വിധേയമാണോ? പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണോ ആദ്യഘട്ടത്തിൽ പറയുന്നത്? തീർച്ചയായും മനു, നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള കുറച്ച് വെള്ളം കൂടി അടിച്ച് പൂർണ്ണമായും ഈ ഒരു പുകമയം കൂടി ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടിയും പുലർച്ചെ 3 മണിയോടെയാണ് ഇത്തരത്തിൽ ഈ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു രതീഷ് എന്നയാളാണ് നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഈ ബിൽഡിങ്ങിലേക്ക് ചില സൗണ്ടുകൾ കേട്ടാണ് താൻ ഞെട്ടി ഉണർന്നത്. അപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ സമയം തന്നെ അദ്ദേഹം കണ്ട് ഈ ബിൽഡിംഗ് ഓണറോട് പറയുകയും പെട്ടെന്ന് തന്നെ ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിക്കുകയും ശേഷം ഈ ജില്ലയിലെ തന്നെ 20ഓളം യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ്. എങ്കിൽ കൂടിയും ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നത് എത്തരത്തിലാണ് തീ പടർന്നത്, ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ഈ പ്ലാസ്റ്റിക് കൂമ്പാരത്തിലേക്ക് ഇട്ടതാണോ എന്നത് കാര്യമൊക്കെയും മുന്നിലുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ വ്യക്തത വരാനുണ്ട്. മാത്രമല്ല, ഈ നമ്മൾ കാണുന്നത് പോലെയാണ് ഈ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. മാത്രമല്ല, നിരവധി പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ തന്നെയായിരുന്നു. പ്ലാസ്റ്റിക് ഗോഡൌൺ ആണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായത് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അടുത്തടുത്ത് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. തീ പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വലിയ അപകടമായി മാറുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. മാത്രമല്ല, 20 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായി. പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് തീ എത്തുന്ന ഒരു സാഹചര്യം, കുറച്ച് സമീപത്തായി ഒരു ഇന്ധന പമ്പുണ്ട്. അത്തരത്തിൽ വലിയൊരു ആശങ്ക പടർത്തുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു പ്ലാസ്റ്റിക് കൂമ്പാരത്തിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും തൊട്ടടുത്തുള്ള ഈ നമ്മളോട് പ്രതികരിച്ചയാളുടെ ബിൽഡിങ്ങിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഏതായാലും ഈ ഗോഡൌണിൽ എങ്ങനെയാണ്, ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമിക നിഗമനമായി പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് തന്നെയാണ്. എങ്കിൽ കൂടിയും ഉദ്യോഗസ്ഥർ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടി മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഏതാണ്ട് സ്ഥലത്തേക്ക് വന്നിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു ഗൗരവം, ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കൊച്ചുവേളിയിൽ ഈ പ്രദേശം എന്ന് പറയുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, ഗോഡൌണുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീ പടർന്നു പിടിച്ചാൽ അത് വലിയ ദുരന്തത്തിന് കാരണമാകും എന്ന ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നു അല്ലേ?
തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. 3:30 കൂടി തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുകയായിരുന്നു. ഏതായാലും നമ്മൾ വിവരമറിയുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ വിവരമറിഞ്ഞത്. എങ്കിൽ കൂടിയും ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെയും അരമണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തുകയും പെട്ടെന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണോ ചാക്കയിൽ നിന്നും ഉള്ള എല്ലാ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ ജില്ലയിലെ തന്നെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 3 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഈ തീ നിയന്ത്രണ വിധേയമാകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഒഴിവായത്. പ്രദേശവാസികളും ഒരു അമ്പരപ്പിൽ തന്നെയായിരുന്നു. ഏതായാലും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രദേശവാസികൾക്കും ഒരു ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ ഏരിയ തന്നെ ഈ പ്രദേശം തന്നെ നിരവധി ബിൽഡിങ്ങുകൾ ഉള്ളതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെ പറയാം. മാത്രമല്ല പ്ലാസ്റ്റിക്കുകളാണ് പെട്ടെന്ന് തീ പടർന്ന ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തീമതി പെട്ടെന്ന് തന്നെ ആളിക്കത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഇടമാണ്. അതിൽ നിന്നുമാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യം ഒഴിവായി ഈ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഇടപെടലിലൂടെയും ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ശരി മാനസയാണ് കൊച്ചുവേളിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും കൊച്ചുവേളിയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്ലാസ്റ്റിക് യൂണിറ്റിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെ ഒരു 3:30 മണിയോട് കൂടിയാണ് തീപിടുത്തമുണ്ടായത്. പക്ഷേ തീ പൂർണ്ണമായും അണച്ച് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ ഒരുപാട് ഇങ്ങനെയുണ്ട്. തൊട്ടടുത്ത് തന്നെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അങ്ങോട്ടേക്കൊന്നും തീ പകരാതെ ആ ഒറ്റ ബിൽഡിങ്ങിൽ മാത്രം നിർത്തിക്കൊണ്ട് അതിനെ അണയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് മുഴുവൻ ഫയർഫോഴ്സ് സംവിധാനങ്ങളും യൂണിറ്റുകളും സ്ഥലത്തെത്തിയാണ് ഈ തീ അണച്ചത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഒരു 3:30 മണിയോടെ തീപിടുത്തം ഉണ്ടാകുന്നു. 6 മണിയോട് കൂടിയാണ് മാധ്യമങ്ങളൊക്കെ ഈ വിവരം അറിയുകയും അത് ബ്രേക്കിംഗ് വാർത്തകളായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ആ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. മാനസയാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.